ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തംബ്ലൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഒരു ചുളുക്കുള്ള മുഖത്തിൽ ഒരുപാട് ചുളുക്കുള്ള ഒരു ഫോട്ടോയും ചുളുക്കില്ലാത്ത ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജാപ്പനീസുകാരുടെ ഒരു സീക്രട്ടാണ്. അതായത് നമ്മുടെ ഒരുപാട് ചുളുങ്ങിയ സ്കിന്നിനെ നേരെയാക്കാൻ വേണ്ടിയും നമ്മുടെ തുഴിഞ്ഞെടുക്കുന്ന സ്കിന്നെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ അമേസിംഗ് ആയിട്ടുള്ളൊരു സീക്രട്ടാണ്. 2-in-1 റെമഡിയാണ്, നാച്ചുറൽ റെമഡിയാണ്. സോ നമുക്കത് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിനിങ് ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇടത്തരം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് കഴുകി തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇത് നമുക്ക് ചെറിയ ഗ്രേറ്ററിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അതായത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനും പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലൊരു സെമി സോളിഡ് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേറ്ററിൽ ഏറ്റവും ചെറിയ ഹോളിൽ വെച്ചിട്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ. അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ഒരു ആൻറ്റി ഏജിനിങ്ങിന്, അതേപോലെ നമ്മുടെ സ്കിൻ വളരെയായിട്ട് ചുളുങ്ങുന്നുണ്ടെങ്കിൽ, അതേപോലെ കറുത്ത പാടുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ, കണ്ണിൻ്റെ അടിയിൽ ഒരുപാട് കറുപ്പുണ്ടെങ്കിൽ, ഒരുപാട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ, സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ചെറിയ വൈറ്റ് കളറിലെ പാത്രം എടുത്തിട്ടുണ്ട്. അതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിൽ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു പൊട്ടറ്റോയുടെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ സെമി സോളിഡ് പേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഒരു അരിപ്പിക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്കതിൻ്റെ നീര് മാത്രം, അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് അടങ്ങിയ ആ നീര് മാത്രം നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കണം. ഇതേപോലെ ഒരു നമ്മളിങ്ങനെ അതിൻ്റെ ഒരു നീരിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നീരെല്ലാം പോയി കഴിയുമ്പോൾ അതൊരു തനിയെ അതിനകത്ത് തന്നെ ഒരു റൗണ്ടായിട്ട് അതൊരു പേസ്റ്റ്, അതിൻ്റെ ഒരു നീരൊക്കെ പോയിട്ട് ഉരുണ്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, അത് നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നീര് മാത്രം എടുക്കണം കേട്ടോ നമുക്ക്. അപ്പം ഞാൻ നീര് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം ആ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 15 മിനിറ്റത്തേക്ക് അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് ഒന്ന് അടിയാൻ വേണ്ടി, അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം താഴെ അടിയാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു 2-in-1 എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സാധനത്തിനകത്തും തന്നെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ജ്യൂസ് എടുത്ത് ബാക്കി വെച്ച് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇതില്ലേ, ആ ഒരു സംഗതി നമ്മൾ കളയുന്നില്ല. അതിനകത്തോട്ട് നമ്മൾ പാലൊഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലെൻസറായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന, ഈ ഒരു സ്കിൻ ലിഫ്റ്റിംഗ് ഒരു പാക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാല് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ നമുക്കിതൊരു ക്ലെൻസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് നന്നായിട്ട് പാലും, അതായത് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, മസാജ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പാലിൻ്റെ എമൗണ്ടും വേണം. പാലും ഒരു നാച്ചുറൽ സൂപ്പർ സ്കിൻ വൈറ്റനിങ് ക്ലെൻസറാണ്. ഇത് ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ എടുത്ത് കാണിച്ചു തരുന്നില്ല, കണ്ടില്ലേ, അങ്ങനെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ട് അടിയാനായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, മാറ്റി വെക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ വൈറ്റ് കളറിൻ്റെ ആ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിഞ്ഞത് കണ്ടോ, കണ്ടില്ല, ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, ഒരു വൈറ്റ് കളറിലെ ഒരു കട്ടിയുള്ള സ്റ്റാർച്ച് അടിയിൽ ഫോം ആവും. അപ്പം ഇത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫേസ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ആൻറ്റി ഏജിനിങ് മാസ്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനിയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരിപ്പ എടുത്തിട്ട് നമുക്ക് ആ മേലെ അടിഞ്ഞിരിക്കുന്ന ആ പൊട്ടറ്റോയുടെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് മാത്രം നമുക്ക് എടുക്കാം. അരിച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ കണ്ടോ, ഒരു വൈറ്റ് കളർ ഒരു ക്രീമി ടെക്സ്ചർ നിങ്ങൾ കണ്ടോ ആ പാത്രത്തിൽ, അതാണ് ആ ഒരു അത്രയും പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിഞ്ഞേക്കുന്നതാണ്, കണ്ടോ. ഇതാണ് ഈ ഒരു ഫേസ് മാസ്കിന് വേണ്ടി സ്കിൻ ലിഫ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഫേസ് മാസ്കിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇതാണ്. ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു പഞ്ഞിയിൽ നമുക്ക് ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് റോസ് വാട്ടറൊക്കെ വെച്ച് ക്ലെൻസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പാത്രം കണ്ടില്ലേ നിങ്ങൾ, കണ്ടോ.
അപ്പോൾ ഇനി ഈ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ചിനകത്തോട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു മുട്ടയുടെ വൈറ്റ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ വൈറ്റ് നമ്മുടെ സ്കിന്ന് വന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് വളരെയധികം നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടല്ലോ, ചിലരുടെ ഫേസിൽ കണ്ടിട്ടുണ്ടോ, ഈ കവിളിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കിഴുത്ത, അതായത് കുഞ്ഞു 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 കുഞ്ഞ് ഹോൾസ് കാണും. അതായത് നമ്മുടെ ഈ ഒരു അതായത് അപ്പമൊക്കെ ദോശയൊക്കെയുടെ മുകളിൽ ഇങ്ങനെ ഒരു ദോശയൊക്കെ വേവുന്ന സമയത്ത് ഇങ്ങനെ ഒരു കിഴുത്ത് വരത്തില്ല, അതേപോലത്തെ ഹോൾസ് കാണും. അപ്പോൾ ആ ഒരു ഹോൾസൊക്കെ പോകാനായിട്ട്, അടയാനായിട്ട്, അതേപോലെ നന്നായിട്ട് സ്കിന്നെ ടൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം ഒരു 3 സ്പൂണോളം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ആ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും പ്ലസ് നമ്മുടെ ഈ ഒരു ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു കൺസിസ്റ്റൻസിൽ രണ്ടും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം മൂന്നാമതായിട്ട് നമുക്ക് ഈ ഒരു മാസ്കിനകത്ത് ആഡ് ചെയ്യേണ്ടത് അരിപ്പൊടിയാണ്. ഏകദേശം 1 സ്പൂണോളം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ആ ഒരു 3ഉം കൂടെ നന്നായിട്ടൊരു ക്രീമി ഫോം ആവുക. നമ്മുടെ പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ആ ഒരു ക്രീമി ടെസ്റ്റ് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ആ ഒരു ആൻറ്റി ഏജിങ് പാക്ക് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ഇത് ഒരു ക്ലെൻസറായിട്ട് ആദ്യത്തെ 2 നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫേസ് പാക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ.